2024 ടു 2025 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് ബൈക്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ പുതിയ ബൈക്ക് മാത്രമല്ല, നിലവിൽ ഒരുപാട് ബൈക്കിന് അപ്ഡേറ്റഡ് മോഡലും വരാറുണ്ട്. നിങ്ങൾ പുതുതായിട്ട് ഒരു ബൈക്ക് എടുക്കാൻ പ്ലാനുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. കുറച്ച് ബൈക്കിന് ലോഞ്ച് ഡേറ്റ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ കുറച്ച് പേരിലെങ്കിലും ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ആയിട്ട് പോകുള്ളൂ. അതിൽ ഫസ്റ്റത്തെ ബൈക്ക് ബജാജിൻ്റെ ഒരു CNG ബൈക്കാണ്. ഈ ഒരു ബൈക്ക് വരുന്ന കാര്യം ഓൾറെഡി കുറച്ച് പേർക്കൊന്നും അറിയായിരിക്കും. ബജാജിൻ്റെ ഫസ്റ്റ് CNG മോട്ടോർസൈക്കിളാണ്. ലോകത്തിലെ തന്നെ ഫസ്റ്റ് CNG ബൈക്കാണ് ബജാജിന്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ട്രിക് മോഡലാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഇലക്ട്രിക് കാർ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, ഒരുപാട് വെഹിക്കിൾ ഉണ്ട്. എന്നാൽ CNG നോക്കുവാണെങ്കിൽ CNGയിൽ മറ്റു വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും ബൈക്സ് ഇതുവരെ ഒരു കമ്പനിയും കൊണ്ടുവന്നിട്ടില്ല. ബജാജ് ആണ് വേൾഡിലെ തന്നെ ഫസ്റ്റ് CNG ബൈക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു CNG ബൈക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ടെസ്റ്റിങ്ങിൽ സ്പൈ ചെയ്തതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഫ്രണ്ടിലെ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ്. പിന്നെ CNG ടാങ്ക് ഒക്കെ സീറ്റിൻ്റെ അടിയിലായിരിക്കും. ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ്ങിനെ ആയിരിക്കും. ഒരു 1 lakh അണ്ടറിലാണ് ഈ ഒരു ബൈക്കിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത്. ബജാജിൻ്റെ CNG ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജൂൺ 18 രണ്ടാമത്തെ ബൈക്ക് നമ്മളെ ST അഡ്വഞ്ചർ ആണ്. ST അഡ്വഞ്ചറിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡലാണ് അടുത്തതായിട്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, പക്ഷേ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ആ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഡിസൈൻ ബേസ് വണ്ടീൻ്റെ എഞ്ചിൻ സ്പെക്സ്, ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു അപ്ഡേറ്റും വരാനില്ല. വണ്ടി കുറച്ചും കൂടി റിഫൈൻഡ് ആയിരിക്കും. വണ്ടിക്ക് കുറച്ച് ഹീറ്റിൻ്റെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹീറ്റ് ഇഷ്യൂ പരിഹരിച്ചാണ് പുതിയ ST വരാൻ പോകുന്നത്. വണ്ടീൻ്റെ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെയും ബെൻഡ് പൈപ്പിൻ്റെ സൈഡിലൊക്കെ ചെറിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല രീതിക്ക് ഹീറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ST അഡ്വഞ്ചറാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ബൈക്ക് എനിക്ക് തോന്നുന്നു അടുത്ത മാസം തന്നെ ജൂൺ ടു ജൂലൈ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ ബൈക്ക് പുതിയൊരു മോഡലാണ്. നമ്മുടെ എൻഫീൽഡിൻ്റെ ഗറില്ല 450 ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്ന ബൈക്ക്. 100% കൺഫേംഡ് ആയിട്ടുള്ള ബൈക്കാണ് എൻഫീൽഡിൻ്റെ ഗറില്ല 450. ഈ ഒരു ബൈക്കിൻ്റെ ടെസ്റ്റ് ഇമേജും ഫോട്ടോസൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഡിസൈൻ ബേസ് നോക്കുവാണെങ്കിൽ ഇതൊരു പക്ക റോഡ് സ്റ്റാർ ബൈക്കായിട്ടാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഫ്രണ്ടിലെ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ബ്രേക്സിൻ്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS എന്തായാലും ഉണ്ടാവും. ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ സീറ്റിങ്ങിലും ടാങ്കിൻ്റെ സൈഡിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിലെ ടയർ സെക്ഷൻ നമ്മൾ ഹിമാലയൻ്റെ പോലെ തന്നെയാണ്. ഹിമാലയൻ്റെ പോലെ തന്നെ ഇൻ്റർഗ്രേറ്റഡ് ആണ്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഹിമാലയൻ 450 കാണുന്ന സെയിം 452cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ഏകദേശം 40 bhp പവറും 40 Nm ടോർക്കുമാണ് ഈ ഒരു ബൈക്കിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പവറും ടോർക്കും. ഈ ഒരു ഗറില്ല 450 ലോഞ്ചിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു മോഡലാണ്. ഫൈനൽ ടെസ്റ്റ് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വണ്ടി ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു ബൈക്കിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 2,40,000 ടു 45,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്. ജൂൺ ടു ജൂലൈയിലാണ് പുതിയ ഗറില്ല 450 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നാലാമത് വരാൻ പോകുന്ന ബൈക്ക് ട്രയംഫിൻ്റെ ട്രക്സ്റ്റൺ 400 ആണ്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞൊരു ബൈക്കാണ് ട്രയംഫിൻ്റെ ട്രക്സ്റ്റൺ 400 എന്ന് പറയുന്നത്. അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബൈക്ക് ഒരിക്കലും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഇല്ലെന്ന്. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് ഇപ്പം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് ടെസ്റ്റിലൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ബേസ് നോക്കുവാണെങ്കിൽ ട്രയംഫിൻ്റെ ട്രക്സ്റ്റൺ 400 ഒരു കഫേ റേസർ മോഡലാണ്. ട്രയംഫിൻ്റെ ട്രക്സ്റ്റൻ്റെ ബിഗ്ഗർ CC മോഡലൊക്കെ ഉണ്ട്. ആ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ട്രക്സ്റ്റൺ 400 അവർ നിർമ്മിച്ചിട്ടുള്ളത്. വണ്ടി ഏകദേശം നമ്മളെ സ്പീഡ് 400 പോലെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് വന്ന മാറ്റം ഫ്രണ്ടിലെ സെക്ഷൻ മാത്രമാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലാണ് ചെറിയ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയൊരു ഫെയറിങ് കാണാൻ പറ്റും. ബാക്കി സീറ്റ് ആയാലും ടാങ്ക് ആയാലും ബാക്കിലെ ടൈൽ സെക്ഷൻ ആയാലും നമ്മളെ സ്പീഡ് 400 പോലെ തന്നെയാണ്. വണ്ടീൻ്റെ എഞ്ചിനും സ്പീഡ് 400 കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 398cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് DOC ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 39 bhp പവറും 37 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ UHT ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. ബ്രേക്സിൻ്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS വരും. ഇത് നമ്മളെ ബജാജും കൂടി ടൈപ്പ് ഉള്ളൊരു മോഡലാണ്. ബജാജും ട്രയംഫും കൂടി പാർട്ണർഷിപ്പിൽ വരാൻ പോകുന്ന മൂന്നാമത്തെ ബൈക്കായിരിക്കും ട്രക്സ്റ്റൺ 400. ബജാജിൻ്റെ കൊളാബ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് പ്രൈസ് കുറച്ച് കൺട്രോൾ ഉണ്ടാവും. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 2,30,000 രൂപയായിരിക്കും. വണ്ടി 2024 നവംബർ ടു ഡിസംബറിലാണ് ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. ലോഞ്ച് ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അഞ്ചാമത്തെ ബൈക്ക് പുതിയൊരു ബൈക്കല്ല, ഒരുപാട് പേർ അപ്ഡേറ്റ് കാത്തു നിൽക്കുന്ന ഒരു മോഡലാണ്. ബജാജിൻ്റെ RS 200 ആണ്. ഈ ഒരു ബൈക്കിൻ്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. ബജാജിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ബജാജ് ഇപ്പം ഒരുപാട് ബൈക്കുകളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. നിലവിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ബൈക്ക് NS 400 ആണ്. അത് നല്ലൊരു പ്രൈസിങ്ങിലാണ് വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി ബജാജിൻ്റെ എല്ലാ മോഡലിനും അവർ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി അപ്ഡേറ്റ് വരാത്തത് ഒന്ന് RS 200 പിന്നെ ഡൊമിനറിനുമാണ്. RSൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഫേമസ് മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റ് ആയിട്ടുള്ള ബൈക്ക് വാലി ഒരു ന്യൂസ് മുമ്പേ പുറത്തു വിട്ടിട്ടുണ്ട്. പുതിയ RS 200 വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് വലിയ മാറ്റങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. വണ്ടിയുടെ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു നെഗറ്റീവും പറയാനില്ല. നല്ലൊരു ഡിസൈൻ തന്നെയാണ് RS 200 വരുന്നത്. ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയത് വണ്ടീൻ്റെ ടൈൽ സെക്ഷനാണ്. ടൈൽ സെക്ഷൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ടൈൽ സെക്ഷനിൽ ഒരു മാറ്റവും വരാൻ സാധ്യതയില്ല.
മെയിനായിട്ട് വരാൻ പോകുന്ന മാറ്റം വണ്ടീൻ്റെ മീറ്റർ കൺസോളാണ്. പഴയ മീറ്റർ കൺസോൾ അവർ മാറ്റിയിട്ട് പുതിയൊരു മീറ്റർ കൺസോൾ കൊടുക്കും. പഴയ അനലോഗ് മീറ്റർ മാറ്റിയിട്ട് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ വണ്ടീൻ്റെ ടെലിസ്കോപ്പ് ഫോർക്ക് അവർ മാറ്റാൻ സാധ്യതയുണ്ട്. അത് മാറ്റിയിട്ട് UHD ഫോർക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, റൈഡിംഗ് മോഡ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 2024 ജൂലൈ ടു ആഗസ്റ്റിലാണ് പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള RS200 ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ആറാമത്തെ ബൈക്ക് കവാസാക്കിയുടെ ഒരു മോഡലാണ്. കവാസാക്കിയുടെ വേഴ്സിസ് 300X ആണ് ഇനി വരാൻ പോകുന്ന ബൈക്ക്. കവാസാക്കിയുടെ ഒരു അഡ്വഞ്ചർ ടൂർ സെഗ്മെന്റിൽ വരുന്ന ബൈക്കാണ് വേഴ്സിസ് 300. ഈ ഒരു ബൈക്ക് മുമ്പൊക്കെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തിയ ഒരു മോഡലാണ്. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. വണ്ടി വീണ്ടും തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ബൈക്കിന്റെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂർ സെഗ്മെന്റില്ലാത്ത ഒരു ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ UHD ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. ബ്രേക്സിന്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചും ഉണ്ടാവും. ഫ്രണ്ടിൽ ഒരു സിംഗിൾ പോഡ് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഒരു വിൻഡ് സ്ക്രീനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഒരു സ്പോക്ക് വീലാണ് വണ്ടി വരുന്നത്. വണ്ടീൻ്റെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ നിഞ്ച 300 കാണുന്ന സെയിം എഞ്ചിനാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു 298cc ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ഏകദേശം 38 bhp പവറും 30 Nm ടോർക്കുമാണ്. 6 സ്പീഡ് ഗിയർ ബോക്സിലായിരിക്കും. ഈ ഒരു ബൈക്കിന് മെയിനായിട്ട് റൈവലായിട്ട് വരാൻ പോകുന്ന ബൈക്ക് ഒന്ന് BMW G310 GSും പിന്നെ KTMന്റെ പുതിയ അഡ്വഞ്ചർ 390 ആയിരിക്കും. ഈ ഒരു വേഴ്സിസ് 300Xന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 5 ലക്ഷം രൂപയാണ്. ഈ ഒരു ബൈക്ക് 2024 ജൂൺ ടു ജൂലൈയിലാണ് ലോഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഏഴാമത്തെ ബൈക്ക് എൻഫീൽഡിൻ്റെ മറ്റൊരു ബൈക്കാണ്. എൻഫീൽഡിൻ്റെ 650cc കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു ബൈക്കാണ്. അതായത് എൻഫീൽഡിൻ്റെ ക്ലാസിക് 650 ടിൻ എന്ന് പറഞ്ഞുള്ള ഒരു മോഡലാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ നെയിം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റോയൽ എൻഫീൽഡ് ട്രേഡ് മാർക്ക് നെയിമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ക്ലാസിക് 350 ആയിട്ടൊക്കെ നല്ല രീതിക്ക് സാമ്യമുണ്ട്. അതേ ടൈപ്പിലാണ് വണ്ടിയുടെ ഡിസൈനൊക്കെ വരുന്നത്. ഫുള്ളി LED സെറ്റപ്പിലാണ് വണ്ടി വരാൻ പോകുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് മുതൽ ബാക്കിലെ ടൈൽ സെക്ഷനും ഇൻഡിക്കേറ്റർ അടക്കം LED ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ UHD ഫോർക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കിൽ ടിൻ ഷോക്കാണ്, ഡബിൾ ടിൻ ഷോക്കാണ്. ഈ ഒരു ബൈക്കിന്റെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്റർസെപ്റ്ററിലും കോണ്ടിനെന്റൽ GTയിലും മെറ്റേഴ്സ് 650യിലും കണ്ടിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. ഒരു 648cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. മാക്സിമം പവർ 52 bhp ആണ്. മാക്സിമം ടോർക്ക് 47 Nm ഓഫ് ടോർക്കാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടീൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 3,25,000 രൂപയാണ്. വണ്ടി ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ വർഷം ലാസ്റ്റ് തന്നെ ലോഞ്ച് ചെയ്യാനൊരു സാധ്യതയുണ്ട്. എട്ടാമത്തെ മോഡൽ ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ പുതിയ ഡൊമിനർ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്. കുറച്ച് മുമ്പൊക്കെ ഒരുപാട് ന്യൂസ് കേട്ടാണ് ബജാജിൻ്റെ ഡൊമിനർ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ന്യൂസൊക്കെ ഒരുപാട് വൈറലായതാണ് സോഷ്യൽ മീഡിയസിലൊക്കെ. പക്ഷേ ബജാജ് ഒഫീഷ്യലായിട്ട് ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല വണ്ടി ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യുമെന്ന്. ബജാജിൻ്റെ ഇപ്പോൾ നല്ലൊരു സെയിൽസ് ഉള്ള മോഡൽ തന്നെയാണ് ഡൊമിനർ 400. ഇപ്പോൾ ലീക്കായിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുവാണെങ്കിൽ ബജാജിൻ്റെ ഡൊമിനർ 400 ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതായത് ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൊമിനർ 400 ആണ് ഇനി വരാൻ പോകുന്നത്. പുതിയ ഡൊമിനറിൽ ഒരുപാട് അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ വെയിറ്റ് ആണ്. ഇപ്പോൾ ഏകദേശം 195 കിലോഗ്രാമാണ് വണ്ടിക്ക് വെയിറ്റ് വരുന്നത്. അപ്പോൾ വണ്ടി കുറച്ചും കൂടി വെയിറ്റ് കുറച്ചിട്ടായിരിക്കും പുതിയ മോഡലാക്കിയിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഒരു ലൈറ്റ് വെയിറ്റ് ഡൊമിനറാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്. ബജാജിൻ്റെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത NS 400 കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ പുതിയ ഡൊമിനറിന് വരുന്നതായിരിക്കും. ട്രാക്ഷൻ കൺട്രോളും റൈഡ് ബൈ ത്രോട്ടിലൊക്കെ വണ്ടിക്ക് വരുന്നതായിരിക്കും. വേറെ ഡിസൈൻ്റെ ഭാഗത്തുനിന്നും എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉള്ള സെയിം എഞ്ചിൻ തന്നെയാണ് വണ്ടിക്ക് വരാൻ പോകുന്നത്. ഒരു 373cc ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയായിരിക്കും. പുതിയ മോഡൽ വരുമ്പോൾ വണ്ടിക്ക് ഒരുപാട് പ്രൈസും കൂടാൻ സാധ്യതയില്ല. എനിവേ ഡ്യൂക്കിൻ്റെ ഇപ്പോഴത്തെ 399 എഞ്ചിൻ ആണെങ്കിൽ വണ്ടിക്ക് പ്രൈസ് എന്തായാലും കൂടുന്നതായിരിക്കും. പുതിയ ഡൊമിനറിന്റെ ഡെവലപ്പിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി 2024 ഡിസംബറിലാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഒമ്പതാമത്തെ ബൈക്ക് എൻഫീൽഡിൻ്റെ ഒരു ബോബർ ബൈക്കാണ്. ഒരു ക്ലാസിക് ടൈപ്പിലുള്ള ഒരു ബോബർ ബൈക്കാണ് അടുത്തതായിട്ട് എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബൈക്ക് ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ പേറ്റന്റ് പിക്ചറൊക്കെ മുമ്പേ ലീക്ക് ആയിട്ടുണ്ട്. ഡിസൈൻ ബേസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ബൈക്കും ക്ലാസിക് 350യെ ബേസ് ചെയ്തിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു ബോബർ ബൈക്ക് ആണെങ്കിലും ക്ലാസിക് 350ൻ്റെ ഒരുപാട് ടച്ച് വണ്ടിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടിൻ്റെ ഹാൻഡിലും സീറ്റിങ്ങിലൊക്കെ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സിംഗിൾ പീസ് സീറ്റിലായിരിക്കും വണ്ടി ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ആക്സസറി ആയിട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റ് വാങ്ങാൻ പറ്റും. ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ ഡബിൾ ടിൻ ഷോക്കാണ് വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഡുവൽ ചാനൽ ABSും ഈ ഒരു ബൈക്കിന് അവൈലബിൾ ആയിരിക്കും. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു 349cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് SOC 2 വാൾവ് എഞ്ചിനാണ്. എൻഫീൽഡിൻ്റെ പുതിയ ബുള്ളറ്റിലും പിന്നെ 100 350യിലൊക്കെ കണ്ടിട്ടുള്ള അതേ J പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. 20.2 bhp പവറും 27 Nm ടോർക്കും 5 സ്പീഡ് ഗിയർ ബോക്സിലാണ് വണ്ടി വരുന്നത്. വണ്ടിൻ്റെ ഫോട്ടോസൊക്കെ മുമ്പേ ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ബൈക്ക് തന്നെയാണ് എൻഫീൽഡിൻ്റെ പുതിയ ബോബർ ബൈക്ക്. ഈ ഒരു ബൈക്ക് ചിലപ്പോൾ 2024 സെപ്റ്റംബറിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്.
10ാമതായിട്ട് വരാൻ പോകുന്നത് കവാസാക്കിയുടെ KLX 230 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇപ്പോൾ അടുത്തതായിട്ട് റോഡ് ടെസ്റ്റിലൊക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കവാസാക്കിയുടെ KLX 230. ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ വൈസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു പക്ക ഡുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിളാണ്. ഹീറോൻ്റെ ഇമ്പൾസുമായിട്ടൊക്കെ നല്ല രീതിക്ക് സാമ്യം തോന്നുന്നൊരു ഡിസൈനാണ് വണ്ടിക്ക് വരുന്നത്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാന്നേ ഉള്ളൂ, ബാക്കി വേറെ രാജ്യത്തൊക്കെ വണ്ടി അവൈലബിൾ ആണ്. എന്നാൽ ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും പുതിയ മോഡൽ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ കവാസാക്കിയുടെ ഏറ്റവും വില കുറഞ്ഞൊരു മോഡലായിരിക്കും ഈ ഒരു KLX 230. സിംഗിൾ സിലിണ്ടർ മോഡലിൽ കവാസാക്കിയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡലും ഏറ്റവും ചെറിയ മോഡൽ W175 ആണ്. എന്നാൽ ആ ഒരു ബൈക്കിന് കാര്യമായിട്ടുള്ള ഒരു സെയിൽസും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കവാസാക്കിയുടെ ഈ ഒരു ബൈക്ക് ക്ലിക്കാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ അഡ്വഞ്ചർ ബൈക്കിന് പ്രത്യേകിച്ച് ഡുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിളിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ ഒരു 230cc SOC 2 വാൽവ് എയർ കൂൾ എഞ്ചിനാണ്. 19 bhp പവറും 19 Nm ടോർക്കുമാണ് വണ്ടിക്ക് വരുന്നത്. ഏകദേശം നമ്മൾ എക്സ്പൾസിൻ്റെ പവർ ഔട്ട്പുട്ട് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ഈ ഒരു ബൈക്കിന് ഇപ്പോൾ മെയിനായിട്ട് റൈവലായിട്ട് വരുന്ന മോഡലും എക്സ്പൾസ് തന്നെയാണ്. പക്ഷേ എക്സ്പൾസിൻ്റെ പ്രൈസ് 2 ലക്ഷത്തിന് താഴെയാണ് ഓൺ റോഡ് വരുന്നത്. ആ ഒരു പ്രൈസിങ്ങിനനുസരിച്ച് വന്നാൽ മാത്രമേ എക്സ്പൾസിന് ഇത് കറക്റ്റായിട്ട് ഡ്രൈവലായിട്ട് മാറുള്ളൂ. ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ 2024 അല്ലെങ്കിൽ 2025 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ബൈക്കുകളാണ് 2024 to 2025 വരാനുള്ളത്. ഇനി ഏതെങ്കിലും ബൈക്കിൻ്റെ ലോഞ്ചിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.